നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു തവണ അവരെന്നെ മുറിയിന്ന് അടിച്ചു പുറത്താക്കിയതാ. ഇനിയത് ആവർത്തിച്ച ഒരിക്കലും ഇതിനകത്ത് കയറി പറ്റാൻ സാധിക്കത്തില്ല. നീ മുട്ടാപ്പോക്ക് പറയാതെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി ആ വാളെടുക്ക് മൈതിരി. നീ അവനെ തീർക്കാൻ നോക്ക്. രാമേട്ടനായിരിക്കും. രാമേട്ടാ, എന്താ സാവിത്രി ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്ത? ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ച് ഈ ഫോണുമായിട്ട് ഒരേ ഇരിപ്പാ. മനഃപൂർവ്വമല്ല രാമേട്ട വിളിക്കാത്തത്. പണത്തിനുള്ള പല വഴികളും പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഒന്നും കയ്യിലേക്ക് വന്നില്ല. ഞാൻ ആകെ തളർന്നിരിക്കുക സാവിത്രി. ഒന്ന് ഉറങ്ങിയിട്ട് പോലും എത്ര ദിവസമായെന്നറിയോ? എനിക്കറിയാം രാമേട്ട, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അതെ, ബ്ലഡ് മണി കൊടുത്ത് കേസ് തീർപ്പാക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. UAE നിയമ കൃത്യസമയത്ത് പണടച്ചില്ലെങ്കിൽ ഞാൻ ജയിലിലാവും. പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ നിന്നോട് പറയേണ്ടതില്ലല്ലോ. രാമേട്ടൻ വിഷമിക്കാതിരിക്കെ. 1-2 രൂപയല്ലല്ലോ വേണ്ടത്, കോടികളല്ലേ. ഞാനത് സ്വരുക്കൂട്ടാനുള്ള ഓട്ടത്തില രാമേട്ട. സാവിത്രി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്നെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്റെ നിസ്സഹായ അവസ്ഥ നിന്നോട് പറഞ്ഞല്ലേ പറ്റൂ. എന്തായാലും രാമേട്ടൻ വിഷമിക്കാതിരിക്കെ. എന്റെ വീട്ടുകാരും എന്നെ കൈയൊഴിഞ്ഞു. എന്നാലും ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപ്പാക്കി ഞാൻ രാമേട്ടന് പണം അയക്കാം. ഇന്ദ്രയോട് ഞാൻ ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഗതികേടുകൊണ്ട് പറഞ്ഞു പോയതാ. അവള് പണം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് കുറച്ച് സാവകാശം വേണമെന്നാ പറഞ്ഞ്. അവളെ ഒന്നും വിശ്വസിക്കരുത് രാമേട്ട. അവള് പ്രതീക്ഷ നൽകിയിട്ട് ചതിക്കും. തന്നെയല്ല, അവളുടെ സ്വന്തം ആങ്ങളെയാണെങ്കിലും രാമേട്ടനോട് അവൾക്ക് വലിയ സ്നേഹമൊന്നുമില്ല. നിവൃത്തിയേട് വരുമ്പോ ആരോട് ചോദിച്ചു പോയില്ലേ സാവിത്രി? അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു. പക്ഷേ അവൾ എനിക്ക് പണം തരാവുന്ന രീതിയിൽ തന്നെയാ സംസാരിച്ചത്. അവൾ ആരാണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും എന്നേക്കാൾ നന്നായിട്ട് രാമേട്ടൻ അറിയില്ലേ? രാമേട്ടനെ സ്വന്തം പെങ്ങളല്ലേ അവള്. ദൈവത്തെ ഓർത്ത് അവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇല്ല സാവിത്രി, കര കാണാ കടലിൽ മുങ്ങിത്താഴുന്ന നേരത്ത് ഒരു വക്കോൾ തുരുമ്പ് കണ്ടാലും ആശ്വാസം. അത്രേ ഉള്ളൂ സാവിത്രി. ഞാൻ ഈ മുറിക്കകത്തിരിക്കുന്നതും പോലീസിന്റെ നിരീക്ഷണത്തിലാ. സമയം കഴിഞ്ഞ് അവരെന്നെ പിടിച്ചോണ്ട് പോകും. വധശിക്ഷ തന്നെയാ ഇവിടെ ഏറ്റവും കുറഞ്ഞത്. അയ്യോ രാമേട്ട, എന്നെ കൂടെ ആദ്യം കേട്ടാതെ രാമേട്ട. രാമേട്ടനില്ലാത്തൊരു ലോകം എനിക്കുണ്ടോ? ഞാൻ ഉറങ്ങിട്ട് എത്ര ദിവസമായിന്നറിയോ? നമ്മൾ ഒരുമിച്ചായിരുന്നു, എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ല. ഇതിപ്പോ രാമേട്ടൻ അവിടെ, ഞാനിവിടെ. നീയുമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോ മാത്രമായിരിക്കും ഒരു ആശ്വാസം. ദുബൈയിലാണെങ്കിൽ ഇപ്പൊ ചൂടുകാല, പുറത്താണെങ്കിൽ തീ വെയില്, എന്റെ ഉള്ളിൽ തീക്കടല്. രാമേട്ടൻ പേടിക്കാതിരിക്കെ. ഞാൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ രാമേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. രാമേട്ടൻ സമാധാനമായിട്ട് ഫോൺ വെക്കേ, ഞാൻ പിന്നെ വിളിക്കാം. ചായ എല്ലാം കഴിഞ്ഞിട്ട് നീ ഇതിനകത്ത് ചായക്കടയാൻ തുടങ്ങിയോ? ചായ ഇവിടുത്തെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കിയതാ. ഓ, അപ്പൊ കിച്ചണിലും കയറി നിരങ്ങാൻ തുടങ്ങിയോ? എന്ത് വിഷാടി ഇതിനകത്ത് കലക്കിയിരിക്കുന്നേ? അയ്യോ, ഞാൻ ഇതിനകത്തൊന്നും കലക്കിയിട്ടില്ല അമ്മായി. നീ ആ കിളിപോയി നടക്കുന്ന താരക പണിക്കരെ പോയി അമ്മാവെന്ന് വിളിച്ചാ മതി, എന്നെ അങ്ങനെ വിളിക്കണ്ട. ചായ ചായ നീ ഇതെടുത്തോണ്ടേ ചെമ്പകമംഗലം വീടിന് 3-4 വട്ടം വലം വെക്കും. എന്നിട്ട് ചായ എടുത്ത് നിന്റെ തലയിലോട്ട് ഒഴിക്കും. മാറണം, വീട് മാറണം. പോ മുമ്പിന്ന്. വന്നിരിക്കുന്നു ചായയായിട്ട്. ദൈവമേ, ഞാൻ രാമേട്ടനോട് സംസാരിച്ചത് ഇവള് കേട്ട് കാണുമോ? ഈശ്വരാ. എത്രയും വേഗം ലക്ഷ്യം നടപ്പാക്കി ഇവിടുന്ന് സ്ഥലം വിടണം. ഈ അഭ്യാസവും തരികടയും അധികകാലം ഇവിടെ വിലപ്പോവില്ല. പേടിപ്പിച്ചു കളയും നാശം. നെഞ്ചിനകത്തൊരു തീയാണിപ്പോ. വൈശാഖ, അപ്പൊ വാള് വെച്ച് കിടന്നുകൊണ്ട് വാളിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ എന്താ മറുപടി പറയാ? ഹലോ, നീ അവിടെ എന്തെടുക്കുവാ മൈഥിലി? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാ വൈശാഖെ. വെറുതെ ഇരുന്ന് സമയം കളയാനാണോ നിന്റെ പ്ലാൻ?
എന്താ നീയൊന്നും മിണ്ടാത്തത്? ആ വാളിന്റെ കാര്യം എന്തായി? താക്കോൽ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. അത് കിട്ടാതെ ഞാൻ എങ്ങനെ വാള് കണ്ടെത്താനാ? അത് കണ്ടെത്തണം. കുറെ നാളായില്ലേ താക്കോല് കണ്ടെത്താൻ നീ ശ്രമിക്കുന്നു. ഇതുവരെ അത് കയ്യിൽ കിട്ടിയില്ലേ? ആ മീനാക്ഷി അവിടെ ഉണ്ടോ? ഇല്ല, അവളും കാർത്തിയും നന്ദിനിയും കൂടി പുറത്തു പോയിരിക്കും. വെരി ഗുഡ്. ഇത് തന്നെയാ പറ്റിയ അവസരം. വാളിരിക്കുന്ന അറയുടെ താക്കോൽ കാർത്തിയുടെയും മീനാക്ഷിയുടെയും മുറിയിൽ തന്നെ ഉണ്ടാവും. നീ സമയം കളയണ്ട, വേഗം താക്കോല് കണ്ടെത്താൻ നോക്ക്. ആ മുറി പൂട്ടിയിട്ടിരിക്കുക വൈശാഖൻ. ഞാൻ എങ്ങനെയെങ്കിലും തട്ടി തുറന്ന് അകത്ത് കയറിയാ ആരെങ്കിലും കണ്ടു വന്നാലോ? കണ്ടു വന്നാൽ എന്തെങ്കിലും അഭ്യാസം ഇറക്കണം. നീ റൂമിൽ കയറാൻ നോക്ക്. ഒരു തവണ അവരെന്നെ മുറിയിൽ നിന്ന് അടിച്ചു പുറത്താക്കിയതാ. ഇനിയത് ആവർത്തിച്ച ഒരിക്കലും ഇതിനകത്ത് കയറി പറ്റാൻ സാധിക്കത്തില്ല. നീ മുട്ടാപ്പോക്ക് പറയാതെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി ആ വാളെടുക്കും മൈതിരി. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. എന്റെ സമനില തെറ്റിയ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. പറഞ്ഞേക്കാം ഞാൻ. എന്താ ഇപ്പൊ ചെയ്യാ? കുറച്ചു നേരത്തേക്കൊരു സ്വീപ്പർ ആയാലോ? ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം വേഷം കെട്ടണം. സ്വീപ്പർ എങ്കിൽ സ്വീപ്പർ. എന്താണിത്? മാനസാന്തരം. പിന്നെ മണ്ണാങ്കട്ട. കലികാലത്ത് ഇങ്ങനെ ചില അപൂർവ അവതാരങ്ങൾ ഉടലെടുക്കും. ഇപ്പോ തൂപ്പുകാരുടെ വേഷത്തിൽ. എന്താ കൈമളേട്ട ഇത്? ഒരാളെ നന്നാകാനും സമ്മതിക്കില്ലേ? ചെന്നായ എത്ര നന്നായാലും തിന്തുകൊണ്ട് കൊല്ലുന്നതാണല്ലോ അതിന്റെ ശീലം. കുറെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ ഏതൊരാളും ശരിക്കും പഠിക്കില്ലേ കൈമളേട്ട? ഇവളുടെ ഒരടവും ഇവിടെ വിലപ്പോവില്ലെന്ന് ഇവക്ക് തന്നെ മനസ്സിലായി. എത്രയൊക്കെ ആയാലും ഇവളൊരു പെൺകുട്ടിയല്ലേ? കിടക്കാനൊരിടവും കഴിക്കാൻ ആഹാരവും വേണ്ടേ? ആരും ഉപദ്രവിക്കാത്ത ഒരു സ്ഥലവും കിട്ടണം. ഇതെല്ലാം തൽക്കാലം ഇവിടെ കിട്ടും. എന്നാ പിന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞേക്കാമെന്ന് ഇവളും കരുതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.